എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാശ്മീർ യാത്രയിൽ നമ്മളിപ്പം ശ്രീനഗറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി എടുത്തോ, പോയേക്കാം. അപ്പം നമ്മളിങ്ങനെ മല കയറി ഇനി ഒരു കുറച്ചുകൂടെ ഉള്ളൂ. അതെ, നല്ല കുത്തനെയുള്ള മലകളാണ്. ഇനി ഏകദേശം ഒരു 10 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ മല തീർന്നു. അതെ, പിന്നെ നിരപ്പാ. വണ്ടി ഓടുന്നുണ്ട്, പക്ഷേ ഉള്ളല്ലോ ഓടുന്ന പോലെ തോന്നേയില്ല. അതൊക്കെ കയറ്റം വലിച്ചു ഇത് ഞാൻ പറയുന്നത് നടന്ന് കയറുക എന്ന് പറയും. സത്യം. കൂടുതൽ ലാൻഡ് സ്ലൈഡിങ് ഉള്ള ഏരിയയും ഒക്കെ പിന്നെ ട്രാഫിക് ഉണ്ടായിരുന്നിടം ഒക്കെ വലിയ പ്രശ്നമില്ലാതെ നമ്മളിങ്ങനെ കടന്നു കിട്ടി, കഴിച്ചിലായി. അതെ, വണ്ടികളില്ല, വളരെ തിരക്ക് കുറവായിരുന്നു. അതെ, ബനിഹാൾ 8 കിലോമീറ്റർ. രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. ഇപ്പൊ മഴയൊക്കെ മാറി നല്ലതായിട്ട് വെയിൽ തെളിഞ്ഞു. വലിയ തണുപ്പുമില്ല, ചൂടാ. ലോറികൾ വളരെ കുറവാ, അതാ വലിയ ട്രാഫിക് ഇല്ലാതെ. പിന്നെ പൊതുവെ ഇപ്പൊ ടൂറിസ്റ്റുകൾ കുറവാണ്, വളരെ കുറവാന്ന് തോന്നുന്നല്ലേ? ടൂറിസ്റ്റുകളും കുറവാ, അധികം വണ്ടികളൊന്നും കണ്ടില്ല. അതേ ഒരു ടണൽ, അത് ഇങ്ങോട്ട് വരുന്ന ലൈനാ. എത്ര ടണലല്ലേ? ആ, ടണലുകളൊക്കെ അല്ല, ടണലുകളൊക്കെ ഇത്രയും വന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഓടിയെത്തേ. അതെ, അല്ലെങ്കിലുണ്ടല്ലോ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിന് ഒരു 250-300 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഇത്രയും ദൂരം എത്തണ 2-3 ദിവസം കൊണ്ടേ ലോറികൾ എത്തുള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക്കും പിന്നെ ഒത്തിരി മലകൾ കയറി ഇറങ്ങി വേണം വരെ. ഇപ്പൊ ടണലുകൾ ഒരുപാടായില്ലേ. വാൾ കണ്ടോ, ഭർത്താവ് വരുന്നത് തിരുമ്മി കൊടുക്കുന്ന കണ്ടോ. സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാ, ആവശ്യം വന്നാൽ തിരുമ്മയൊക്കെ കൊടുക്കും. അങ്ങനെ വേണം. നിങ്ങൾക്ക് സ്നേഹം ഇല്ലേ? അപ്പൊ ഞങ്ങക്ക് തിരുമ്മി കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല, ഞങ്ങളുടെ ഭാര്യമാര് ഛർദിക്കുകയല്ല. അതും തന്നെയല്ല, ആ ടാക്സി കൊണ്ടല്ല, അത് ഭയങ്കര ഓവർ സ്പീഡിൽ വളവെല്ലാം വീശി വന്നിട്ടായിരുന്നു ഛർദിക്കുന്നത്. അതുകൊണ്ട് ആ പിള്ളേക്കാർ ഛർദിക്കുന്നത്. ഭയങ്കര സ്പീഡ് വന്നിട്ട് വളവ് വീശിട്ട്. അതുകൊണ്ടാ ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ നല്ല നെയ്പരുവത്തിൽ ഓടിച്ചോണ്ട് പോകും. അതെ, പിന്നെ ഞങ്ങളുടെ ഭാര്യമാര് രണ്ടും ഇല്ലെങ്കിൽ അവർക്ക് അങ്ങ് ഓടിക്കാൻ കൊടുക്കും. അവരോടിച്ചോളൂ, പ്രശ്നം അവിടെ തീർന്ന്. അപ്പൊ ഇവിടെ വെച്ച് നമ്മുടെ ഒരു നാട്ടുകാരനായ സൈനികനെ കണ്ടുപിട്ടി. മണിമല ചാരുവേലിക്കാരനാ, എന്റെ പേര് തന്നെ രതീഷ്. അതല്ലേ. ബനിഹാൾ കാസി കൊണ്ട് ടണൽ 12 കിലോമീറ്റർ. ബനിഹാൾ ടൗൺ 7 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷൻ 7 കിലോമീറ്റർ. അത് കണ്ടോ, ആ പുല്ല് വളർന്നു നിൽക്കുന്നതിന്റെ ഇടയിലെല്ലാം പാറ നിൽക്കുന്നുണ്ടോ. ആ നദിയുടെ തീരത്തെല്ലാം കൃഷിയുണ്ട്. അപ്പോൾ നമ്മൾ ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേയിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. NH44 കന്യാകുമാരി ശ്രീനഗർ നാഷണൽ ഹൈവേ കേട്ടോ. അപ്പോൾ ഇതാണ് ബനിഹാൾ. നേരത്തെ ഈ ബനിഹാൾ ടൗണിനകത്തൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പാലം ഓപ്പൺ ആയി കഴിഞ്ഞ് ഞാൻ വന്നില്ലായിരുന്നു കേട്ടോ. ആ പഴയ വഴിക്കായില്ലേ പൊയ്ക്കൊണ്ടിരുന്നത്. ആ, ബനിഹാൾ നല്ല വലിയ ടൗൺ അല്ലേ? ഇത്തിരി വലുതൊന്നും അല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ്. എവിടെ നിന്ന് നോക്കിയാലും കാണാം ബനിഹാൾ എന്ന് എഴുതി വെച്ചിരുന്നുണ്ടോ. അത് നല്ലതല്ലേ? ഇതുണ്ടോ ഒരു തൂക്കുപാലം കണ്ടോ, പഴയ ഒരു തൂക്കുപാലം. പഴയ വഴി അതിലേ ആയിരുന്നു. അതിലെ ഇങ്ങനെ പോയി കറങ്ങി ഇങ്ങോട്ട് വരുമായിരുന്നു. അത് നല്ല തിരക്കും ട്രാഫിക്കും ഒക്കെ ആയിരുന്നു. അതിലെ പോകുന്ന വഴിക്കും പഴയ ഒരു തുരങ്കമുണ്ട്. അല്ലല്ല, പുതിയ തുരങ്കത്തിൽ കൂടെ അല്ലല്ല, അതിങ്ങനെ വന്ന് ഇവിടെ വന്ന് കയറുക, ഇങ്ങോട്ട് ഈ വഴിയിലോട്ട് കയറുക. അല്ലാതെ ഇത് പുതിയ തുരങ്കല്ലേ, പഴയ ഇവിടെ ഇനി വലിയ ടണലാ ഉള്ള 8.5 കിലോമീറ്ററിന്റെ. അത് പുതിയതും പഴയതൊന്നുമില്ല. അത് ഈ പറഞ്ഞ അതാ ഇവിടെ മുകളിലാ, ഈ മലയുടെ മുകളിലാ. അത് മനസ്സിലായോ? അന്ന് ഒരു ടണലല്ലേ ഉള്ളൂ. അത് വേറെ, അത് ഞാൻ പറയാം. ഇവിടെ വരുമ്പോ ഈ മഞ്ഞെല്ലാം ഈ മലയെ വീണ് കിടന്ന് ഈ വീടുകളെല്ലാം കൂടെ കാണുമ്പോ ഒരു പ്രത്യേക ഭംഗിയാ അത്, അല്ലെ? ഭയങ്കര രസമാണ്. ഒരു വെളിയിലൊരു രാജ്യത്ത് ചെന്ന പോലെ, ഈ തണുപ്പ് രാജ്യങ്ങളിൽ ചെല്ലിയാൽ എന്ന് പറഞ്ഞ പോലെ ഒരു ഫീലാ. ഇതുണ്ടോ ഇവിടെ എല്ലാം ഈ ഷീറ്റ് അടിച്ചിട്ട് അതിനടിയിൽ തടി കൊണ്ടുള്ള സീലിംഗാ. അതിപ്പം മഞ്ഞ് വീണാൽ ഇത് തന്നെ തെന്നി താഴേക്ക് വീഴുകയും ചെയ്യും. പിന്നെ തടിയകത്ത് സീലിംഗ് ആയതുകൊണ്ട് തണുപ്പകത്തേക്ക് വരികയില്ല. ചൂട് കാലത്ത് അധികം ചൂടും വരികയില്ല. അങ്ങനെ ഇവിടുത്തെ വീടുകൾ പണിയുന്നത്. പഹൽഗാം 83 കിലോമീറ്റർ, ശ്രീനഗർ 89, ലേ 512, ഖാസിഗുണ്ട് 16 കിലോമീറ്റർ. ഈ മോളിൽ കാണുന്നതാണ് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ. ആ മലനിരകളും ഒക്കെ ആയിട്ട് നല്ല രസമല്ലേ. തനി കശ്മീർ സ്റ്റൈലിലാണ് പണിതേക്കുന്നത്. ബനിഹാൾ കഴിഞ്ഞ് ഇനി നമ്മൾ ഖാസിഗുണ്ടിലേക്കാണ് പോകുന്നത്. വെൽക്കം ശ്രീ അമർനാഥ് ജി യാത്ര 2026. പിന്നെ ഈ ബനിഹാളിൽ വരുമ്പോഴേ ചുറ്റും ഇതുണ്ടോ ഇതേപോലുള്ള മലനിരകളാ. മഞ്ഞുകാലത്ത് വന്നാൽ എന്നാ രസമാണെന്നറിയോ, ഈ മല മൊത്തം മഞ്ഞ് മൂടി കിടക്കും. അച്ഛനും കൂടെ തന്നെ ആദ്യം വരുമ്പോൾ ഇവിടെ ഫുള്ള് മഞ്ഞായിരുന്നു. അത് ഫെബ്രുവരിയിലല്ലേ. അന്നേരം ഈ മഞ്ഞ് കുറയുന്ന സമയം. എന്നാലും ഇവിടെ എല്ലാം മഞ്ഞുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഈ മലയുടെ മുകളിൽ കുടയുണ്ട്, പക്ഷെ എന്നാൽ തണുപ്പ് അത്രയും തോന്നുന്നില്ല അല്ലേ.
പക്ഷെ ആ പുറകിലത്തെ പോലെ അല്ല, ഇനി അങ്ങോട്ട് ഇച്ചിരി അവിടത്തേക്കാട്ട് ഇച്ചിരി തണുപ്പ് ഉണ്ട് ഇവിടെ, ചൂട് കുറവുണ്ട്. എന്നാലും വലിയ തണുപ്പൊന്നും ഇല്ല. വലിയ തണുപ്പൊന്നുമില്ല. ലാംബർ ഇതുണ്ട് ഇവിടെ. ട്രക്ക് ലേ ബൈ ഉണ്ട്, വലിയ ട്രക്ക് ലേ ബൈ. ടോൾ പ്ലാസ 1 കിലോമീറ്റർ. ട്രക്ക് ലേ ബൈ കണ്ടോ, ഒത്തിരി വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇതെല്ലാം മിക്കവാറും വൈകുന്നേരം പോകാൻ വേണ്ടി കിടക്കുന്ന. ഇപ്രാവശ്യം 2 കുക്കുമാരും ഭയങ്കര ഉഴപ്പായിരുന്നു. ഞാനല്ല മെയിൻ കുക്ക ഉഴപ്പ്. ആ മെയിൻ കുക്ക് പറഞ്ഞാലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ മെയിൻ ഡ്രൈവറെ, നമ്മുടെ മെയിൻ ഡ്രൈവറെ കൊണ്ട് വന്നാലേ സമയാസമയം ആഹാരമൊക്കെ നല്ലപോലെ കഴിക്കാൻ പറ്റും. മെയിൻ ഡ്രൈവർ പോലെ അതാ. ഇപ്പം പ്രകൃതി മനോഹരമായ ബനിഹാളിൽ വെച്ച് കുക്ക് ചെയ്തൊക്കെ ഇന്ന്. ബനിഹാളിലെ പാർക്കിംഗ് വെച്ച്. ഇപ്പം ചിക്കൻ കിട്ടുമോയെന്ന് നോക്കണം കേട്ടോ. ഇവിടെ അടുത്തെങ്ങാണ്ടൊരു കടയുണ്ടെന്ന് ആ കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ക്യാമറമാനും കിളിയും കൂടെ പോയിട്ട് വാ. ആ കിളി ഇറങ്ങിയതല്ല തുറക്കാനുള്ള. കിളി കുഴപ്പം, കിളി ഇറങ്ങിയോന്നേ. ആ പിന്നെ ഒരുങ്ങായിരുന്നു. ആണോ? മേക്കപ്പ് ഇടുകയായിരുന്നോ? ചോറ് വെക്കാന്നോ? ആ. ഈ വണ്ടികളൊക്കെ രാത്രിയാകാൻ നിൽക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ പകലെല്ലാം പോലീസുകാർ പിരിവുണ്ട്. പിരിവോ അല്ലെങ്കിൽ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഫൈനാക്കി വിടും. അപ്പോൾ അതുകൊണ്ട് രാത്രി പോവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ രാത്രി എല്ലാവരോടും പോകുമ്പോൾ തിരക്കായിരിക്കല്ലേ? ഇപ്പോൾ അതിനുള്ള തിരക്കില്ല, വണ്ടികൾ കുറവാണ്. പൊതുവെ വണ്ടി കുറവാ. അതിപ്പം പകലങ്ങ് ഓടിച്ചെന്നാലും ഇന്ന് ചിലപ്പോൾ ഇത് ഇറക്കാൻ പറ്റുന്ന ലോഡുകളായിരിക്കുമല്ലോ ശ്രീനഗറിൽ. അത് നാളെ ഇറക്കുള്ളൂ. അപ്പോൾ രാത്രിയിൽ എവിടെയെങ്കിലും ചെന്ന് നോ എൻട്രി ഒക്കെ ഉള്ള സ്ഥലമാണേലും പതുക്കെ കയറി ചെന്നാൽ മതിയല്ലോ രാത്രിക്കാണെങ്കിൽ. അതെ, ആപ്പിള് ചെറുതായിട്ട് കുറച്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 1 മാസമോടെ കഴിഞ്ഞേ ആവുള്ളൂ ഒരു പറഞ്ഞു. അപ്പോൾ ഇവിടെ ചിക്കൻ കിട്ടി, അതേ നമ്മുടെ വണ്ടി കിടക്കുന്നു. സേവ് വേണോ? ആപ്പിൾ കുറച്ച് മേടിച്ചാൽ മതി. 1 കിലോ മേടിക്കാം. 1 കിലോ മേടിച്ചോ. വണ്ടിയിൽ വേറെ വിളിക്കാതെ കയറ്റിയൊരു അതിഥി ഉണ്ട്. ഇതുവരെ ഇറക്കി വിടാൻ പറ്റിയില്ല നമുക്ക്. ഇറക്കി വിടാൻ പറ്റിയിട്ട് ഇതുവരെ. മഹാരാഷ്ട്രക്കാരനാ, ബോംബെ. ഭീവണ്ടിക്കാരനാ, ബോംബെന്ന്. വലിയ പ്രശ്നക്കാരനാ. അതെ, ഇറങ്ങിയിട്ടില്ല ഇതുവരെ. പിടിക്കാനും പറ്റിയില്ല. നമ്മളെ മറ്റേ ബുക്കൊന്നും വിജയിച്ചില്ല. അതുകൊണ്ടൊന്നും അധികം മേടിച്ച് വെക്കാനും പറ്റിയില്ല. അപ്പൊ ചിക്കനും മേടിച്ചു, 1 കിലോ ആപ്പിളും മേടിച്ചു. ആപ്പിൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ സീസണിലെ ആപ്പിളിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. ഇവിടെ വണ്ടിക്കാർ നിൽക്കുന്ന സമയത്ത് വണ്ടി കഴുകുന്നുണ്ട്. പിന്നെ ഡ്രൈവർമാരൊക്കെ അതെ അതിൽ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ വാഷ്റൂമും റെസ്റ്റ് ഏരിയയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അല്ല, ഈ പാർക്കിങ്ങിലല്ല ഒത്തിരി പ്ലാസ്റ്റിക്കും വേസ്റ്റും എല്ലാം കിടപ്പുണ്ട്. അതൊന്നും ആരും ക്ലീൻ ചെയ്യുന്നില്ല. നല്ല വെള്ളം ഒഴുകി വരുന്നുണ്ട്, പക്ഷെ അവിടെ എല്ലാം വേസ്റ്റാണ്. എന്തല്ലേ? ഇത്രയും സുന്ദരമായ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ട് വേസ്റ്റ് ഇടാൻ തോന്നും അല്ലേ. അവരതിനകത്ത് കുക്ക് ചെയ്യുക, ക്യാബിനകത്ത് തന്നെ വെച്ച് കുക്ക് ചെയ്യുക. എല്ലാവരും പതുക്കെ കുക്കൊക്കെ ചെയ്ത് വൈകിട്ടൊക്കെ പോവുള്ളൂ. ഇവിടെ ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും ആരും ഇല്ലല്ലോ. മുനിസിപ്പാലിറ്റി ഒന്നും വേണ്ട വിധം നോക്കുന്നില്ല, പഞ്ചായത്ത് നോക്കുന്നു. അവിടെ സംഭവം എല്ലാം റെഡിയായെന്ന് തോന്നുന്നു. അതെ, കഴിഞ്ഞോ? സവോള ഒന്നും അറിഞ്ഞില്ലല്ലോ. ആപ്പിൾ ഒരെണ്ണം കട്ട് ചെയ്യേ, നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ആപ്പിള് സീസണൊന്നും ആയിട്ടില്ല, 1 മാസം കൂടെ കഴിയണമെന്ന് അവർ പറഞ്ഞേ. അതെ, മിക്കവാറും തിരിച്ച് ആപ്പിളിന്റെ ലോഡൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. അല്ല, ആപ്പിൾ ലോഡ് കാണുകയല്ല, 1 മാസം കഴിയണം. കാലി പോകേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ 1 മാസം ഇവിടെ കറങ്ങണം. ഞാനൊരു കാര്യം ചെയ്യാം, 1 മാസം ഇവിടെ നിൽക്കാം. എന്നിട്ട് ലോഡ് കയറ്റി വന്നേക്കാവോ? അല്ല, നിങ്ങൾ പൊക്കോ, നിങ്ങൾ കാലോടി പൊക്കോ, ഞാനിവിടെ നിൽക്കാന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാ കഴിച്ചു നോക്കൂ. ഇല്ല, ഞാനിവിടെ എങ്ങാനും കൂടാൻ പോവാ. മധുരം ഉണ്ടോ? ആ ചേട്ടൻ ചിക്കൻ നല്ല ക്ലീൻ ആക്കി കേട്ടോ തന്നത്. നല്ല പോലെ ക്ലീൻ ചെയ്താണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാം. നമുക്കെല്ലാം കൂടെ റെഡിയാക്കി ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് കറി വെച്ചിട്ട് നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകാം. വേഗം പെട്ടെന്ന് പോകാം. ഇതിപ്പോൾ 1/2 മണിക്കൂറത്തെ കേസേ ഉള്ളൂ. കരിയാപ്പിലയും പച്ചമുളകും എല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കാം. കറിവേപ്പിലൊക്കെ കുഴപ്പമില്ല, ഇരിപ്പുണ്ടല്ലോ ക്യാബിനകത്ത് വെച്ചോണ്ട്. ക്യാബിനകത്ത് വെച്ചോണ്ട് കുഴപ്പമില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു. അതെ. ഇനി നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചിക്കൻ്റെ വേറെ രീതിക്ക് ഇവിടെ ചിക്കൻ കറി വെക്കുകയോ വറക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. വറക്കുകയൊക്കെ ചെയ്യാം. തന്നെ നമ്മൾ വണ്ടിയിലാകുമ്പം പെട്ടെന്ന് ചെയ്ത് തീർക്കാന്നുള്ള രീതി വേണ്ട വെക്കാൻ. അത് വേണം. ഇപ്പം പോകണമെന്ന് ഇപ്പം പറഞ്ഞായിരുന്നു, പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. വെറൈറ്റിയൊക്കെ പരീക്ഷിക്കുക, അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും. എന്നാൽ പിന്നെ പെട്ടെന്ന് എങ്ങനെയാലും ആട്ടെ. നമുക്ക് ലോഡ് ഇറക്കിയിട്ട് ലോഡാകാതെ കിടക്കുന്ന സമയത്ത് അത് പരീക്ഷിക്കാം. വെറൈറ്റി പരീക്ഷിക്കാം.
സവാളയും കഴിച്ചിട്ട് കുറവാണല്ലോ. അത് മതി, അതൊക്കെ മതി. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ശാലം ചിക്കൻ മസാല. ഉപ്പിട്ടായിരുന്നല്ലോ അല്ലേ? ഉപ്പൊക്കെ ഇട്ടു. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നല്ല മൂത്ത് വന്നിട്ട് നമുക്കൊരു ശാലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആയിക്കോട്ടെ. എരിവൊന്നും കുഴപ്പമില്ലല്ലോ? ഓ ഇല്ല. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോഴേ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ശാലം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചേ എനിക്ക് വാങ്ങിയെടുക്കാം. വാങ്ങിക്കോ. വാങ്ങിയേക്കാം. എന്നിട്ട് പതുക്കെ പോകണ്ടേ? അതെ, പോണം. രാജേഷ് സ്പെഷ്യൽ ചിക്കൻ കറി. അതെ, കറിയും വെച്ച് അടുക്കളയും പൂട്ടിയല്ലോ. അടുക്കള പൂട്ടിയേക്കാം, പോയേക്കാം. കറി എങ്ങനെയുണ്ട്? കറി കുഴപ്പമില്ല, നല്ല കറി. ഞാനല്ലേ വെച്ചേ. ടേസ്റ്റ് നോക്കിയോ? പിന്നെ ടേസ്റ്റ് ചെയ്ത് എന്ത് രസമല്ലേ, വരച്ചു വെച്ചേക്കുന്ന പോലെ ഉണ്ട്. അതെല്ലാം നെൽപ്പാടങ്ങളാണെന്ന് തോന്നുന്നത്. തട്ടായിട്ട് കണ്ടോ കൃഷി ചെയ്തേക്കുന്നത്? ഒന്നു ഈ മലയുടെ മുകളിൽ സ്നോയുടെ വീണ് കിടക്കുമ്പോൾ എന്തായിരിക്കും ഭംഗി? കാണാൻ. ഇവിടെ ഇപ്പോഴേ നമ്മൾ ഇടുക്കിക്കൊക്കെ പോകുന്ന പോലുള്ള ഒരു ടെമ്പറേച്ചറേ ഉള്ളൂ. 18ഉം 20ഒക്കെ. ഏറ്റവും കുറഞ്ഞത് 18 ഉള്ളൂ ടെമ്പറേച്ചർ. വലിയ തണുപ്പില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ. കൂടിയ ടെമ്പറേച്ചർ ഒരു 25 ആയിരിക്കും. നമ്മൾ ആദ്യം ലഡാക്കിന് വരുമ്പോഴേ നമ്മള് ബനിഹാൾ ടൗണിൽ കൂടെ കയറിയാണോ വന്നേ? പിന്നെ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഈയിടെ തുറന്നാ ഈ പാലം. അല്ലെങ്കിൽ ടൗണിൽ കൂടെ വന്നോണ്ടിരുന്നേ. പക്ഷെ ഭയങ്കര പൊടിയല്ലേ, എനിക്ക് പണി നടക്കുമായിരുന്നു സമയത്ത്. അത് പണി നടന്നുകൊണ്ടിരുന്ന സമയം. അത് തന്നെ നമ്മൾ അന്ന് അവിടെ റൂം എടുത്തില്ലായിരുന്നോ? എന്നാ എണ്ടവരം കൊണ്ട് വന്നിട്ട് രാമ്പലിന് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. എന്നിട്ട് അവിടെ ഒരു തരത്തിൽ ഇവിടെ വന്ന് വൈകുന്നേരം അവിടെ റൂം എടുത്തു, അവിടെ കിടന്നു. എന്നിട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് രാവിലെ അതിലെ വണ്ടി പിന്നെ രാത്രി ലോറി ഓടുകല്ലേ, ഭയങ്കര പൊടിയായിരുന്നു. പൊന്നോ, ഫസ്റ്റ് നമ്മുടെ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഒരു ട്രെയിലർ ഇറങ്ങിയില്ലായിരുന്നോ? അത് കണ്ടായിരുന്നോ? ഇവിടെ വെച്ചാണ് ജലജ എന്ന് പറയുന്ന ഒരു ഈ സ്ഥലം. അത് ഇവിടെ ഈ പോലീസ് ചെക്ക് പോസ്റ്റിൽ ഇവിടെ നിർത്തി പോലീസുകാരൻ കൈ കാണിച്ചു. അന്നേരം പറയുന്നതാണ്. അപ്പൊ നമ്മള് ബനിഹാൾ കാസിഗുണ്ട് ടണലിലേക്ക് കയറാൻ പോവാണ്. അങ്ങോട്ടും 2 വണ്ടിക്ക് പോവാം, ഇങ്ങോട്ട് അപ്പുറത്തെ സൈഡ് വഴി ടണലുണ്ട് വേറെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. 2 ടണല് 4 ലൈൻ. ഇതിനകത്തൊന്നും പൊടിയില്ലല്ലോ. അതെന്നാന്നറിയോ? ഇതുകൊണ്ട് ഈ 2 സൈഡിലും ഇരിക്കുന്ന എക്സോസ്റ്റാ. അപ്പൊ നമ്മളെ മറ്റേ ഒരു ടണലിൽ കയറി ഭയങ്കര പൊടിയല്ലായിരുന്നോ? അതിനുവെച്ചാൽ അവിടെ ഇതൊന്നും പിടിപ്പിച്ചിട്ടില്ല, അത് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നീ പറഞ്ഞ ടണൽ ഏതാന്നറിയോ? ഈ മലയ്ക്ക് മോളിലാ. ഇതിന്റെ മുകളിലൊരു ചെറിയ ടണൽ പണ്ടുണ്ടായിരുന്നു, ഒത്തിരി പഴയ ടണൽ. അതിനകത്ത് ഇച്ചിരി പൊക്കമുള്ള ലോഡ് പോലും പോകത്തില്ല, അത്ര ചെറിയ ടണലായിരുന്നു. മനസ്സിലായി. അപ്പൊ ഈ ടണൽ വരുന്നതിന് മുമ്പ് നമ്മൾ അതിലേ വന്നോണ്ടിരുന്നത്. അതിപ്പോഴും ഉണ്ട്. അതിലെ കയറി പോവാം ചിലപ്പം. ആ വഴി ഒന്ന് പോയി നോക്കണം. ഇത്ര നാൾ വന്നിട്ട് അതിലേ പോയില്ല, ഇനി അതിലേ ഒന്ന് പോണം. ഈ വണ്ടി കൊണ്ട് പോക്ക് നടക്കല്ല. അതിനാ ആ പൊക്കമുള്ളത്. ഈ പൊക്കമൊക്കെ പോവും. കൂടുതൽ പൊക്കമുള്ള ലോഡ് ചില വണ്ടി കണ്ടെയ്നർ പോലെ വലിയ പൊക്കമാണ്, അത് തട്ടും മണ്ടല. അതിനുള്ള വലിപ്പമുള്ള ടണലിന് ഒത്തിരി പഴയതാ എന്ന് പറഞ്ഞാൽ ഈ മലയുടെ മോളിൽ ചെന്നിട്ട് ആ മോളിലൊരു ചെറിയൊരു ടണല്. ആ നമ്മള് പൂനെക്ക് കാത്രയിൽ ഇറങ്ങിയപ്പോൾ ചെല്ലുമ്പോൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു ടണൽ. ഈ ടണലിന് 8.5 കിലോമീറ്റർ നീളമുണ്ട്. ബനിഹാളിനെയും കാസിഗുണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടണലാണ് ഇത്. ഏകദേശം ഒരു 15-20 കിലോമീറ്റർ ദൂരവും കുറയും. കാറുകൾക്ക് ഒരു 1.5 മണിക്കൂർ സമയം കുറവ് മതി ഇതിലെ ടണലിൽ ഇറങ്ങി പോകുമ്പോൾ. പക്ഷേ ടണലിൽ കൂടെ പോകുമ്പോൾ പഴയ വഴിക്ക് വന്നാൽ ലോറിയൊക്കെ ആണെങ്കിൽ 1.5-3-4-5 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ലോറി ഒരുപാട് മല കയറി ഇറങ്ങി വേണം വരാൻ. ചെനാനി നഷ്രി ടണലിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണൽ ഇതായിരുന്നു. ഇപ്പം ചെനാനി നാഷണൽ ടണലാണ്. അത് 9.28 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. ഇതിന് 8.5 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങോട്ട് ചെറിയ സ്ലോപ്പായിട്ടുള്ള ഇറക്കമാണ്. കയറിയപ്പോൾ തൊട്ടേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കമല്ലേ? ചെറുതായിട്ട് കയറിയപ്പം ചെറിയ കയറ്റമായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇറക്കമായി. അപ്പോൾ ഇതേ നമ്മൾ 8.5 കിലോമീറ്റർ ഇപ്പറേ വന്ന് ആ മലയുടെ ഇപ്പറേ ഇറങ്ങുകയാണ്. ഇവിടെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ കരുതി സൂര്യനൊക്കെ അസ്തമിച്ചെന്ന് അപ്പുറത്ത് നോക്കിയപ്പോ. അതെ, എന്നാ കളറാന്ന് നോക്കിയേ. കശ്മീരിലെ അസ്തമയല്ലേ? അതെ പൊന്നോ, ഇതാണ് കാശ്മീർ താഴ്വര. ഇപ്പൊ നേരെ മറിച്ച് മഞ്ഞുകാലത്താണെങ്കിൽ ആ ടണൽ ഇങ്ങോട്ട് വന്ന് ഇറങ്ങുമ്പം എന്നാ രസമാണെന്നറിയോ ഇവിടെ എല്ലാം. ഈ മരങ്ങളെല്ലാം മഞ്ഞ് വീണിരിക്കും. പഴയ വഴിയാണ്. ആ പിക്കപ്പ് ഇറങ്ങി വരുന്ന വഴിയാ പഴയ വഴി. റെയിൽവേ ലൈൻ. ജമ്മുവും കാശ്മീരും രണ്ട് ഭംഗിയാണ്. അതൊക്കെ അതെ. ജമ്മു എന്ന് പറഞ്ഞ ലെവൽ സ്ഥലമല്ലേ, അതും കശ്മീരുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല, ഭയങ്കര വ്യത്യാസം. അപ്പൊ ഇന്ന് നമ്മള് കാശ്മീരിലെ അസ്തമയം കണ്ടു.
ഇവിടെ നമ്മൾ പണ്ട് വന്നവരല്ല, ഭയങ്കര ഡെവലപ്മെന്റ്സ് ആണെന്ന് തോന്നുന്നു. ആ പണ്ടത്തെക്കാട്ടിൽ ഒരുപാട് വ്യത്യാസമായി. ഭയങ്കര വ്യത്യാസം. നമ്മളിപ്പോ 2-3 വർഷം മുന്നേ അല്ലേ നിങ്ങൾ വന്നേന്ന്? അല്ല, 2 വർഷം. 2 വർഷം നല്ല വ്യത്യാസമായിട്ടുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ശ്രീനഗറിന് 72 കിലോമീറ്റർ. കണ്ടോ, കുറച്ചു മുമ്പ് പുറയിലായിരുന്നല്ലോ സൂര്യൻ അസ്തമിക്കുന്നത്, ഇപ്പൊ ഇതേ ഫ്രണ്ടിൽ വന്നു. ഇതുണ്ടോ, അവിടെ എല്ലാം കോടയാ, കോടമഞ്ഞ്. ആ വീടുകളൊക്കെ ഉണ്ടോ? പൊന്നു അത് കണ്ടപ്പോ ചോദിച്ചാ തന്നെ അത് കോട്ടേജ് ആണോ എന്ന്. ഇവിടുത്തുകാരുടെ വീടാ അത്. ഇവിടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട് കേട്ടോ. ഷാംപോറ, കാർഗിൽ 277 കിലോമീറ്റർ. ആ മഞ്ഞുകാലത്ത് ആ മലകളെല്ലാം മഞ്ഞ് മൂടി കിടക്കും. ഇവിടെ എല്ലാം നമുക്ക് ഒത്തിരി പരിചയക്കാരുണ്ട് കേട്ടോ. ആ പരിചയക്കാരെ വല്ലതും കാണാൻ പോകുന്നുണ്ടോ? ആരെയും വിളിച്ചില്ല. ചേച്ചി ഇല്ലാത്തതുകൊണ്ട് എന്നാ പോകാനല്ലേ? അതെ. അല്ല പിന്നെ അവര് ചെല്ലുമ്പോ ചേച്ചി എന്തെന്ന് ചോദിക്കും. അന്ന് വഴി ബ്ലോക്കായി കിടന്നപ്പം അങ്ങോട്ട് പോയപ്പോ ഇവിടാണ് ഞങ്ങള് 3-4 ദിവസം കിടന്നത്. ഇവിടെ പോലീസുകാർ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായത്. ഇതാ കാസിഗുണ്ട് കേട്ടോ. കാസിഗുണ്ട് ടൗണാണ് നമ്മളിപ്പോൾ പുറകെ കണ്ടത്. ഞങ്ങളന്ന് കാസിഗുണ്ടിൽ പോയി മീനൊക്കെ മേടിച്ച് മീൻകറിയൊക്കെ വെച്ചായിരുന്നു. ഇവിടെ എന്നാ മീനാ കിട്ടുന്നത്? ഈ വളർത്തുന്ന മീൻ തന്നെ, കുളത്തിൽ നിന്ന് പിടിക്കുന്ന മീനില്ലേ അത്. വീടുകളെല്ലാം ഇതുപോലെ. നമുക്ക് അങ്ങ് ഇത് ശ്രീനഗറിലെ ഇറക്കണ്ട ലോഡേ, അവിടെ പോയി കിടക്കണ്ട. നമുക്ക് അതിന് മുമ്പ് എവിടെയെങ്കിലും കിടന്നിട്ട് വെളുപ്പിനെ എടുത്തു പോവാം. എവിടെ ടോളോ എല്ലാം കിടക്കാം അല്ലേ? ടോളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പമ്പിലോ അങ്ങനെയുള്ളടത്ത് എവിടെയെങ്കിലും സൗകര്യം എടുത്ത് നിർത്താം. കൊച്ചിപ്പോറ, ഇവിടെ എല്ലാം പോറ കൂട്ടിയ സ്ഥല പേര്. ഇതെല്ലാം ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളാണ്. എത്ര ബസ്സാണ് കിടക്കുന്നതെന്നെങ്കിൽ. ഈ സ്ഥലപ്പേരാ വെസു. ഈ വണ്ടികളെല്ലാവേ ആപ്പിൾ ഉണ്ടായി ഇവിടെ നിന്നെല്ലാം തിരിച്ചു പോകുന്ന വണ്ടികൾ ആപ്പിളിലോട് കയറ്റിക്കൊണ്ട് പോകും. ലോഡുമായിട്ട് പോകേണ്ട വണ്ടികളാണ് ഇതൊക്കെ. 6 വീൽ വണ്ടിയാണ്. അത് ഇവിടെ നിന്നുള്ള വണ്ടി എന്നേലും ഒക്കെ ലോഡും കൊണ്ടായിരിക്കും പോകുന്നത്. അല്ലാതുള്ള വണ്ടികളെല്ലാം ഇവിടെ ലോഡ് ഇറക്കിയിട്ട് കാലി പോകാനേ പറ്റുള്ളൂ. വേറെ ഒന്നുമില്ലല്ലേ? വേറെ വലിയ ലോഡൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനിയും കുറച്ച് ദൂരം കൂടെ ഉണ്ട് ശ്രീനഗറിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മളൊരു സുഹൃത്ത് അന്നങ്ങനെ ഇവിടെ വെച്ച് കണ്ടു. അപ്പോൾ നമ്മൾ 2023 തൊട്ടുള്ള പരിചയം അല്ല, 22 തൊട്ടുള്ള പരിചയമാണ്. അപ്പം ഏകൽ വീട് തൊട്ടടുത്ത് ഹൈവേയുടെ തൊട്ട് തന്നെയാണ് വീട്. അപ്പോൾ ഇത് സുഹേൽ ഭായ് നമ്മൾ ഇന്നാള് പൊന്നും അറിയാലോ, പൊന്നും അറിയാം, എല്ലാവർക്കും അറിയാം. വരുമ്പോഴൊക്കെ ഇടയ്ക്ക് ഞങ്ങളിവിടെ വരാറുണ്ട്. പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് പുള്ളിയുടെ സഹോദരൻ. അഫ്ഗാൻ മുസ്താഖ് അഹമ്മദ്, സുഹൈൽ, സുഹൈലേ രണ്ടുപേരും സുഖയില്ല. അപ്പം ഞങ്ങളിങ്ങനെ വന്നപ്പം എല്ലാ പ്രാവശ്യം വരും വിളിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ വന്ന് വീട്ടിൽ കയറിയിട്ട് പോകുന്നു. പൊന്നു ആക്കിയാൽ ഒരു കാശ്മീരി വീട്ടിൽ കയറണമെന്നും പറഞ്ഞായിരുന്നു അല്ലേ? കയറിക്കോ. ഇതുണ്ടോ തറയിലൊക്കെ നോക്കി മാറ്റ. ഇവിടെ അല്ല ഈ തണുപ്പായോണ്ടേ, അതുകൊണ്ട് ഇവിടെ ഫാനൊന്നും ഇല്ല കേട്ടോ. ഒറ്റ വീട്ടിലും ഫാനൊന്നും ഇല്ല. അല്ല ഇവിടെ ഉണ്ട്, കോമൺ റൂമിലുണ്ട്. അവിടെ ഇത് നേരെ ആ റൂമിലൊന്നും ഇല്ല. ബെഡ്റൂമിലൊന്നും ഇല്ല, അല്ലാത്തടത്തല്ല. എപ്പോഴും തണുപ്പല്ലേ ഈ റൂമേ. ഇപ്പോൾ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള കിച്ചണുമായിട്ട് അടുത്തുള്ള ഒരു റൂമായത്. ഈ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തണുപ്പുള്ള സമയങ്ങളിൽ വെളിയിൽ ഒരു അടുപ്പുണ്ട്, അടുപ്പ് പോലെ. അത് തടിയിട്ട് കത്തിക്കുന്നത്, വിറക് വെച്ച് കത്തിക്കുന്നത്. അപ്പോൾ അതിലെ ഇങ്ങനെ ചൂട് ഇതിനടിയിലേക്ക് വരും. ഇവിടെ ഇതിനടിയിലിട്ടേക്കുന്ന മറ്റേ കല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രാനൈറ്റ് പോലുള്ള മറ്റേ സാധാ കല്ല് പോലുള്ള വലിയ ഷീറ്റ് പാളിയാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്, ടൈല് പോലെ വലിയ കല്ല്. എന്നിട്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ചൂടാണ്, തണുപ്പറിയത്തില്ല. ഈ ഒരു മുറിക്ക് മാത്രം. പിന്നെ ബാക്കിയുള്ളതെല്ലാം പിന്നെ ഇത് എല്ലാം എയർ ഹോളൊന്നും ഇല്ലല്ലോ. പിന്നെ തടി ചെയ്തുണ്ടോ, ഇതെല്ലാം സീൽ ചെയ്തേക്കുന്ന എല്ലാം ഇത്. ഈ കാശ്മീരി വില്ലോ കാശ്മീരി വില്ല എന്ന് പറഞ്ഞ തടി ഇത് വെച്ചാണ് ബാറ്റ് ഉണ്ടാക്കുന്നത്, ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഗസ്റ്റ് റൂമാണ്. അപ്പോൾ ഇതുണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കുന്നതൊക്കെ തറയിൽ തന്നെ ഇരിക്കുന്നത്. ഇതുണ്ട്, ഇതിങ്ങനെ ചാരിയ സൈഡിലിരിക്കാം. ഇതുണ്ട്, ഇതെല്ലാം സീൽ ചെയ്തേക്കുക, ഇതെല്ലാം തടിയാണ്. ഇത് പോളിഷ് ചെയ്തേക്കുക. അപ്പോൾ തണുപ്പ് വെളിയിൽ നിന്ന് തൊട്ട് കയറിയാലും ചൂട് സമയത്താണേലും ചൂടുമില്ല, നല്ലൊരിതാണ്. ഇതുണ്ട്, ഇവിടെ ഫാനൊന്നുമില്ല. ഈ പണിയില്ലേ, ഇതും ഇവർ കൈക്ക് കൊത്തുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ മെഷീൻ അടിച്ചാന്ന് ഓർക്കും, പക്ഷെ ഇത് കഴിക്കാം. പക്ഷേ ഈ തടിക്കുണ്ടല്ലോ വലിയ കട്ടിയുള്ള തടിയല്ല, ഒരു നല്ല സ്മൂത്തായിട്ടുള്ള തടിയാണ്. ഇതും ഗസ്റ്റ് റൂമാണ്, പക്ഷെ ഇവിടെ കട്ടിലൊന്നുമില്ല. ഇതിൽ തന്നെ ഇവിടെ തന്നെയാണ് കിടക്കുന്നത്, ഇരിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ. അതൊരു കണക്ക് നല്ലതല്ലേ? ഇത്ര ഫുള്ള് ഈ കാർപ്പറ്റ് വിരിച്ചേക്കുക. ഇത് പക്ഷേ ബെഡ് പോലെ തോന്നുന്നുണ്ട്, നല്ല ഇതുണ്ട്. ഇതിനാണ് ഒത്തിരി ഉണ്ട്. കാർപ്പറ്റ് പറഞ്ഞ ഇതുണ്ട്, തെർമാക്കോൾ പോലെ അടിയിൽ തെർമാക്കോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വാഷ്റൂം, ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
കാശ്മീരി ചായ കുടിക്കണമെന്ന് പറഞ്ഞു അതെ. കുടിച്ചു. അതിൻ്റെ രണ്ടു ബിസ്ക്കറ്റ്, ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ സാധനങ്ങളാണ്. ഇത് മധുരമില്ലാത്ത ഇത് നമ്മുടെ ഇവിടെ മിച്ചറിലിടുന്ന സാധനം പറ്റും, പക്ഷെ മധുരം മധുരമില്ല. അപ്പോൾ നമ്മളത് കാശ്മീരി വീടൊക്കെ കണ്ട് അവിടെ നിന്ന് ഒരു കാശ്മീരി ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ആണത് നമ്മുടെ മെയിൻ ഡ്രൈവർ ചിക്കൻ കറിയും ചോറും വെച്ചേക്കുന്നു. ചിക്കൻ കറി കുഴപ്പമില്ല, നല്ല ആണോ? പിന്നെ മെയിൻ ഡ്രൈവർ അല്ലേ വെച്ചത്, മെയിൻ കുക്കും നല്ല ആവാതിരിക്കുവോ? മോശം വരികയല്ലോ. അതെ, എന്തായാലും നല്ല ചിക്കൻ കറിയാ, കൊള്ളാം. അപ്പൊ കഴിച്ചിട്ട് വേഗം കിടന്നേക്കാം കേട്ടോ, നാളെ രാവിലെ പോണ്ടേ. അതെ. അപ്പോൾ നമ്മൾ ശ്രീനഗറിന് കുറച്ച് പുറകിലാണ് വണ്ടി നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം കഴിച്ചിട്ട് കിടക്കുന്നു, വെളുപ്പിനെ എടുത്ത് പോന്നു. അപ്പോൾ അതെ, രാവിലെ 4 മണിക്ക് തന്നെ ഉണർന്നു. അതെ, ഞാൻ കരുതിയില്ല ഞാൻ ഉണരുമെന്ന്, പക്ഷെ ഉണർന്നു. നല്ല സുഖം ഉറക്കായിരുന്നു. എന്നറിയോ, തണുപ്പല്ലേ? വലിയ തണുപ്പില്ലേലും നല്ല തണുപ്പ്. വലിയ തണുപ്പും ഇല്ല, വലിയ ചൂടും ഇല്ല, നല്ലൊരു ക്ലൈമറ്റ്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് അനന്തനാഗ്. അനന്തനാഗ് എന്നാണ് പഹൽഗാം പോകുന്നത്. കേട്ടോ, പഹൽഗാം 49 കിലോമീറ്റർ ഉള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ പുൽവാമയിൽ പണ്ട് നമ്മൾ ആപ്പിൾ കയറ്റിയിട്ടുണ്ട്. പുൽവാമ മാർക്കറ്റിൽ ഇതിലേ ഇറങ്ങിപ്പോന്നു. ഈ വഴിയും വേറെ വഴിയുണ്ട്, ഇവന്ന് ഒരുപാട് വഴികളുണ്ട്. അയ്യോ, രാവിലെ മഴയാണല്ലോ. അയ്യോ, മഴയാണെ പണിയാണല്ലോ. അവിടെ പോയി ഇറക്കണമെങ്കിൽ നല്ല മഴയല്ലേ? നല്ല മഴയാ. രാവിലെ പെയ്തോട്ടെ, അവിടെ ചെന്ന് കഴിഞ്ഞ് പെയ്യാതിരുന്നാ മതിയായിരുന്നു. അതെ, നമുക്ക് ഇച്ചിരി നേരം വെളുത്തിട്ട് പോയാൽ നല്ലതായിരുന്നു. നേരം വെളുത്തിട്ടോ? സൂര്യൻ വന്നിട്ട് പോയിരുന്നെങ്കിൽ ഇവിടെ അങ്ങ് ഒതുക്കിയാലോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോവാം. 4 മണി കഴിഞ്ഞാലേ ഉള്ളൂ, 4:30 ആയതേ ഉള്ളൂ. എന്ത് വണ്ടികളാണ് കിടക്കുന്നത്? 5 മണിയായി. 5 ആയോ? 4 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നേരം വെളുക്കുമായിരിക്കും. അപ്പോൾ അതേ, ചെറുതായിട്ട് വെട്ടം വീണിട്ടുണ്ട്. നമുക്ക് പതുക്കെ അങ്ങ് പോകാൻ. വണ്ടിക്കാരെല്ലാം ടോളിൽ ഒതുക്കിയേക്കുക. പതുക്കെ നേരം വെളുത്തിട്ട് പോയാൽ മതിയല്ലോ എന്ന് ഓർത്ത്. ടൗണിലാണല്ലോ നേരത്തെ കയറി ചെന്ന് കിടന്നിക്കാനേ. അതിലും നല്ല ഇവിടെ കിടന്നിട്ട് ഇവിടെ ഇറക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇറക്കാറാകുമ്പോഴത്തേനും 9:30 മുമ്പ് കയറി ചെന്നാൽ മതി. ഇപ്പം നമ്മൾ കാശ്മീർ താഴ്വരയിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശ്രീനഗർ 32 കിലോമീറ്റർ. ഇവിടുന്ന് തിരിഞ്ഞും പോകാം പുൽവാമയ്ക്ക്. മുമ്പേ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞായിരുന്നു പുൽവാമ കാണിച്ചു, ഇതിപ്പോ വലത്തോട്ട് തിരിഞ്ഞു. അതിലെ സർവീസിലൂടെ പോയിട്ട് റൈറ്റ് തിരിയണം. ഇവിടുന്ന് ഇവിടെ തിരിയാൻ വേണ്ടിയിട്ട് കാണിച്ചേക്കുന്നത്. നമ്മളീ പോകുന്ന ഹൈവേയുടെ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് പുൽവാമ. കുറച്ച് ഉള്ളിലോട്ട് പോകണം. നദിയിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമാണ്, കലക്കവെള്ളമാണ്. മഴയാകട്ടോ എല്ലായിടത്തും. ഇത് ഝലം നദിയാണ്. 2 സൈഡ് നെൽപ്പാടമാണ്. ഗുൽമർഗ് 80 കിലോമീറ്റർ. സാധാരണ നമ്മൾ ആപ്പിൾ സീസണിൽ വരുമ്പോഴേ ഈ നെല്ലെല്ലാം കൊയ്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഞാൻ ഇവിടുത്തെ വീടുകളെല്ലാം കണ്ടോ, എല്ലാം ടിൻഷീറ്റാണ് മുകളിൽ ഇടുന്നത്. തടിയുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ഭാഗത്താണ് കൂടുതലും കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത്. പാമ്പോർ എന്നാ സ്ഥലപ്പേര്, പാമ്പോർ. കുങ്കുമപ്പൂ ആയി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? പിന്നെ ഇന്നാളെ ഞങ്ങൾ വന്നപ്പോ. അതെ, ഞാനും ഇന്നാളെ പോയി കണ്ടായിരുന്നു. അതാ 1 മാസമൊക്കെ ഉള്ളൂ. വേൾഡ്സ് ബെസ്റ്റ് സഫ്രോൺ ഗ്രോസ് ഹിയർ. ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള കുങ്കുമപ്പൂ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. 440 കിലോമീറ്റർ ഇവിടുന്ന് പാമ്പോർ. ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കുങ്കുമപ്പൂ തോട്ടങ്ങളുണ്ട് പാമ്പോറിൽ. ഒക്ടോബർ നവംബർ സമയങ്ങളിലാണ് കുങ്കുമപ്പൂ വിളവെടുക്കുന്നത്. ആ ഒരു സമയത്ത് വന്നാലേ ഇത് കാണാൻ പറ്റുള്ളൂ. ഝലം നദിയാണ് ഇത് വരും കേട്ടോ. ഈ നദി ഇങ്ങനെ 2-3 നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിത് ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ 44 നിന്നൊക്കെ ഇറങ്ങി. ഇപ്പം ഇത് ബാരാമുള്ള പോകുന്ന വഴിയായത്. ഹൈദർപുറ. കുറേ കൂടെ കഴിഞ്ഞാലേ ഇതൊക്കെ ട്രക്കിന് നോ എൻട്രി ആവും. അതെ, മൊത്തം ഒരു മൂടലാണ്. മഴ പെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ചെറുതായിട്ട് തൂളുന്നുണ്ട്. ചെറിയ ചാറ്ററുണ്ട്. പക്ഷെ ഇപ്പോഴേ മഴ പെയ്യേണ്ട സമയമായതുകൊണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുകയില്ല. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കയറ്റിയ ചൂലുമായിട്ട് നമ്മൾ ശ്രീനഗറിലെത്തിയിരിക്കുകയാണ്. ജഹാംഗീർ ചൗക്ക്. അതുകൊണ്ട് പഴയ ഒരു പാലം കണ്ടു. ശ്രീനഗർ നഗരമൊക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. ഈ ഫ്ലൈ ഓവർ കുറച്ച് നീളമുള്ള ഫ്ലൈ ഓവറാണല്ലോ. വലിയ ഫ്ലൈ ഓവറാ. ടൗണല്ല, ഇതിനടിയിലാണ്. ടൗണിൻ്റെ കുറേ ഭാഗങ്ങൾ. നേരെ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ്. റൈറ്റിലേക്ക് പോയാൽ ലാൽ ചൗക്ക്. ലാൽ ചൗക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. സിവിൽ സെക്രട്ടേറിയറ്റ്, ബട്ട്മാലു, പോലീസ് കൺട്രോൾ റൂം, DC ഓഫീസ് എല്ലാം ടൗണിൻ്റെ ഏകദേശം മെയിൻ ഭാഗത്താണ് നമ്മൾ. എല്ലാം റൈറ്റിലേക്കാണ് പോകേണ്ടത്. നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണം. പൊട്ടെ
ഹൈക്കോർട്ടിലേക്കുള്ള വഴി. ഹൈക്കോർട്ട് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക്. അതെന്താ ലഡാക്കിന്റെ ഹൈക്കോർട്ട് ഇവിടെ ആണോ? ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരും ഒറ്റ ഇതല്ലായിരുന്നു നേരത്തെ. ഇപ്പഴല്ല ഇത് രണ്ടാക്കിയേ, 2 യൂണിയൻ ടെറിട്ടറി ആക്കിയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇത് തന്നെയാ, കാശ്മീർ തന്നെ ആയിരിക്കും അതിന്റെ ആസ്ഥാനം. എന്ത് പഴയ ബിൽഡിങ്ങുകളൊക്കെയാന്ന് നോക്കി. ആ, ഒത്തിരി പഴയ ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ. ലോറികളെല്ലാം രാവിലെ കയറി വന്ന് ലോഡ് ഇറക്കാനുള്ള സ്ഥലത്തേക്കെല്ലാം പോവാ. കുറച്ചുകൂടെ കഴിഞ്ഞാലേ ഇവിടെ എല്ലാം നോ എൻട്രിയാ. പകൽ കയറി വരാൻ പാടില്ല. ലോറിക്ക് മാത്രമേ ഉള്ളൂ. അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ. എന്നിട്ട് രാത്രിയിൽ എപ്പോഴാ തിരിച്ചു പോകാൻ പറ്റുന്നേ? രാത്രി മിക്കവാറും 8 മണിയൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങി പോകാൻ പറ്റുള്ളായിരിക്കും. അപ്പം നമ്മളിത് ലോഡ് ഇറക്കേണ്ടടുത്ത് എത്തി. രാവിലെ ഇത് എല്ലാവരും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ വന്നാൽ നമ്മൾ വന്നപ്പോൾ ഒട്ടും തിരക്കില്ലായിരുന്നു. ഇപ്പം നോക്കി എന്നെ തിരക്കാന്ന്. 4 ബസ്സാണ് കേട്ടോ, ട്രിപ്പ് ബസ്സാണ്. അപ്പോഴേ രാവിലെ ഓരോ കാപ്പി കുടിക്കാം അല്ലേ? കാപ്പി പറഞ്ഞു അല്ലേ? ചായ ഉണ്ട്, കാപ്പി പറഞ്ഞു. കാപ്പി കുടിച്ചാൽ കുഴപ്പമില്ല. കാപ്പി സ്പെഷ്യലായിട്ട് എടുത്തു തരാൻ. വിശക്കുന്നുണ്ട്, കഴിക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മുട്ട പുഴുങ്ങുന്നു, അതുകൊണ്ടോ? അതെന്നാന്ന് മനസ്സിലായില്ലല്ലോ. അപ്പൊ അങ്ങനെ ഓരോ മുട്ട പുഴുങ്ങിയോട് പറഞ്ഞേക്കല്ലേ? മുട്ട പുഴുങ്ങി ഓരോന്ന് കഴിച്ചേക്കാം. അതെ, കുഴപ്പമില്ല. പുള്ളി പറഞ്ഞ എന്നാ വെച്ചാൽ ഇവിടുത്തെ സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. സാധനം മുട്ട ഇങ്ങനെ തരും, നമ്മൾ വിളിച്ച് കഴിച്ചോളാം. അത്രേ ഉള്ളൂ. നമ്മളവിടെ അങ്ങനല്ലേ? പുള്ളി പറഞ്ഞതാ പൊളിച്ചു തരികയല്ലേ? ഇത് പൊളിച്ചൊന്നും തരത്തില്ല, അതായത് ഇങ്ങനെ തരും. ഇതുണ്ടോ? അത്രേ ഉള്ളൂ. പിന്നെ മുളക് പൊടി ഒന്നും ഇല്ലായിരിക്കും അല്ലേ? ഒന്നുമില്ല. അതുണ്ട്. ആ ബണ്ണും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അത് കാണാമല്ലോ. എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ ഒരെണ്ണം ഉദ്ഘാടനം ചെയ്യാം. നല്ല വിശപ്പുണ്ട് ഇത് കാര്യം. ഇച്ചിരി മുളക് പൊടിയും കൂടെ കിട്ടിയാൽ നല്ലതായിരുന്നു. അതെ. പക്ഷെ ആ ടൈപ്പ് മുളക് പൊടി ഇല്ല ഇവിടെ കേട്ടോ. അതെന്നാ? പുൽച്ച. എന്നാ പറഞ്ഞേ. ഇതല്ലേ മൈദ കൊണ്ടുള്ള സാധനം. അത് വേണമെങ്കിൽ നോക്കാം, ചുമ്മാ ഒന്ന് ടേസ്റ്റ് നോക്കാം. എന്നാ ടേസ്റ്റാ? പിന്നെ ബിസ്ക്കറ്റ് പോലെ തന്നെ. ബിസ്ക്കറ്റ് പോലെ അല്ലേ? വലിയൊരു ബിസ്ക്കറ്റാന്ന് കണക്ക് കൂട്ടിയാൽ മതി. തേങ്ങയുടെ ആണോ? ചെറിയ തേങ്ങയുടെ ഒരു അല്ലേ? അതെ. കാപ്പി. താങ്ക് യു. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് കാശ്മീർ, ഗവൺമെന്റ് ഗൗസിയ ഹോസ്പിറ്റൽ, കന്യാർ, ശ്രീനഗർ. നമ്മൾ ലോഡ് ഇറക്കാൻ ചെല്ലുന്നിടത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ ഇലക്ട്രിക് ലൈന് ലോഡിന്റെ മുകളിൽ കയറി നിന്ന് പടുത മടക്കുമ്പോൾ ഇതുണ്ടോ, ലൈൻ ഇങ്ങനെ കിടപ്പുണ്ടായാൽ ടച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ ചേർത്താണ് നമ്മൾ ഇട്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഇച്ചിരി അങ്ങോട്ട് മാറ്റി ഇട്ടു. ഉള്ള സൗകര്യത്തിൽ ഇവിടെ നിന്ന് പിന്നെ നടക്കാം. അത് സൈഡിലായതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം രണ്ടുപേരുടെ നോക്കിയും കണ്ടും ചെയ്തു. ബി കെയർഫുൾ. അപ്പം അപകടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ അതുപോലെ ടിപ്പറിന്റെ ടിപ്പ് പൊക്കുമ്പോൾ, ബോഡി പൊക്കുമ്പോൾ ലൈനുണ്ടെ തട്ടി അങ്ങനെ വരെ. വേറൊരു കാര്യമുണ്ടേ, ഇപ്പൊ ഇതേല് പിടിച്ചൊരു ഇത് കറണ്ട് അടിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ ലൈനുമായിട്ട് കണക്ട് ആയെന്ന് വെച്ചോ, നമ്മള് ഈ ഇങ്ങനെ പിടിച്ചാലേ എർത്ത് കിട്ടുള്ളൂ. നേരെ മറിച്ചിപ്പോ ഇതേ ഇങ്ങനെ ഇറങ്ങാനാണെങ്കിൽ ഇങ്ങനെ ചാടിയാൽ കുഴപ്പമില്ല. വിട്ടിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇറങ്ങരുത്. ഇങ്ങനെ ഇറങ്ങിയ ഇത് എർത്താവും, കറണ്ട് അടിക്കും. അതാ പറഞ്ഞ അങ്ങനെ ഒത്തിരി ഇതുണ്ട്. ഈയിടെ എന്തോ നമ്മുടെ വണ്ടിയിൽ ഒരു സംഭവം ഉണ്ടായല്ലോ അന്ന്. കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടി ഇവിടെ ബോംബെയിൽ ഒരു വണ്ടി ഇറക്കിക്കൊണ്ടിരുന്നപ്പം ഭയങ്കര മഴയായിരുന്നു. ഇതുപോലെ ഒരു പോസ്റ്റിന്റെ അടുത്താ വണ്ടി നിർത്തിയിരുന്നത്. അത് ആ ഡ്രൈവർ പടുതെല്ലാം മടക്കി സൈഡിലേക്ക് നിന്ന് മടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് കഴിഞ്ഞ് വണ്ടിക്കകത്ത് കുറച്ചു നേരം കയറി ഇരുന്ന ചെരുപ്പിടാതെ ഇറങ്ങി വന്നു. ഒരാൾ മുകളിൽ നിൽക്കുക, ഒരാൾ ഇറങ്ങി വന്നു, കറണ്ട് അടിച്ച് താഴെ പോയി. വെള്ളത്തിൽ നിന്ന് ചെരുപ്പില്ലാത്തതുകൊണ്ട് ഇതിന്റെ സൈഡിൽ കൂടെ വന്നപ്പോ കറണ്ട് അടിച്ചു, താഴെ പോയി. കേൾക്കാലും ഈ ഡ്രൈവർ കൂടെയുള്ള ഡ്രൈവർ കണ്ടില്ല, കടക്കാരൻ കണ്ടു. പ്ലൈവുഡ് കിടക്കുന്ന കടയിലെ ആള് കണ്ടു. പുള്ളി പിന്നെ അതിന്റെ കമ്പൊക്കെ എടുത്തോണ്ട് വന്ന് അടിച്ച് മാറ്റിയാ ചെയ്തേ. ആ പുള്ളി കണ്ടോണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആള് പോയേനെ. ഒരാൾ മുകളിലും കയറി, ഒരാൾ താഴെ നിന്ന് അയച്ചു വിടുക. താഴേന്ന് വേണം ഞാൻ അയച്ച് സഹായിക്കാൻ കേട്ടോ, എളുപ്പമുണ്ട്. അഴിക്കണ്ട, നോക്കട്ടെ. ബസ് പോകാൻ കറക്റ്റ് സ്ഥലമുള്ളൂ. നമ്മൾ ഇത് പടുത അഴിച്ചിട്ട് വേണം അങ്ങോട്ട് ചേർത്തണം വണ്ടി. കിളി വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞാലും ഇടയ്ക്ക് വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ വീഡിയോ എടുക്കാൻ ആളില്ലല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നത് നിങ്ങളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ. കയറെല്ലാം അയച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ പടുത മടക്കണം. ഇവിടെ തന്നെ വെച്ച് മടക്കാം. താഴെ ഇറക്കിയാലേ നല്ലപോലെ മടക്കി നടക്കുകയല്ലേ. വലിക്കണം, എന്നിട്ട് 3 ആക്കണം. നോക്കി നിൽക്കണേ, മടക്കാൻ ബുദ്ധിമുട്ട് ഒരു ഉടച്ചു. ഈ പടുത മടക്കാണ്. കയറും കെട്ടും പടുതായുമാണ്. നമുക്കൊരു കണ്ടെയ്നർ ആക്കിയേക്കാം. അതെ, എടുത്തിടാം അല്ലേ? നയിച്ചോട്ട് ഇങ്ങോട്ട് കയറ്റി പിടിച്ചോ. ഇങ്ങോട്ട് പിടിച്ചോ, ഇങ്ങോട്ട് താഴോട്ട് ഇടാം, ഞാൻ പിടിച്ചോളാം.
അവിടെ നിന്ന് ഒറ്റ ഇടിയിലിടാവോ കേട്ടോ? ഓക്കെ. ഇനി അടുത്ത് ഇറങ്ങിയിട്ട് എടുത്ത് വിട്ടാം. ഇത് അവിടെ പറഞ്ഞു ഈ പടുത മൊത്തത്തിൽ മറിക്കണം. എടാ അതിനകത്ത് നീ ചാടി അതിനകത്തോട്ട് ടൈറ്റായി പോയി. ഇവിടെ തിരിച്ച് മടക്കി വെച്ചാൽ മതി. ഇല്ല ഇവിടെ ഇങ്ങോട്ട് വരണം കേട്ടോ. ഒരെണ്ണം മടക്കി കയറ്റി വെച്ച് ഇനി അടുത്തോടെ മടക്കണം. ഇത് പിന്നെ ചെറിയ പായ, അതുപോലെ ഇതിന് അയലോണും കൂടെ ആയതുകൊണ്ടേ വലിയ കുഴപ്പമില്ല. ഇത് ചെറുതേ വലുതായതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ട് മടക്കാൻ, മറ്റേതാ കുറച്ച് പാട്. ഇതേ ഇങ്ങനെ ലൂസായി കിടന്നോട്ട് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അത് കൊള്ളത്തില്ല. ടൈറ്റാക്കിയാൽ പൊങ്ങി വയ്ക്കും. ഇനിയും കയറ് അഴിക്കപ്പെടാ സൂക്ഷിക്കണ്ടേ. കയറ് അകത്ത് കെട്ടോണ്ടായിരുന്നോണ്ട് നമ്മൾ പുറമേ ഉള്ളതെല്ലാം അഴിച്ചു, കുഴപ്പമില്ല, അതെ നിൽക്കും. ഇനി കയറ് അഴിച്ചാൽ വണ്ടിയിൽ താഴോട്ട് വീഴും. താഴോട്ട് പോലും എല്ലാം കൂടെ അതാ അപ്പുറം അഴിക്കുന്ന പുറകെ അഴിക്കുന്ന കാര്യമാണ് പ്രശ്നം. ഈ ലോഡെല്ലാം കൂടെ ഇറക്കി കഴിയുമ്പോഴേ എന്നാലേ വണ്ടിക്കൊന്ന് ശ്വാസം വിടാൻ പറ്റുള്ളൂ. അതെ ഈ സൈഡിലേക്ക് വന്നിട്ടേ വണ്ടി ആകപ്പാടെ ഒരു വിഷമത്തിലാണ്. അതെ, അത് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു ഇതാവുന്നു. പകുതി വരെ അഴിച്ചു. ഇനിയിപ്പോൾ ഈ സൈഡ് ഇറക്കിയിട്ട് നമുക്കത് അഴിക്കാം. അങ്ങനെ നിൽക്കട്ടെ അല്ലേ? കെട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ല ഇവിടെ അങ്ങോട്ട് ഇറക്കിയിട്ട് അത് അഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇത് വഴിയെ പോകുന്നവർ കാണുമ്പോൾ പടുത കെട്ട് വരുമ്പോൾ പേടിക്കും താഴെ പോകും. എനിക്ക് പറയാം ഈ കെട്ടിന്റെ കാര്യം അവർക്ക് അറിയത്തില്ല. അതറിയത്തില്ല. വണ്ടി ഇങ്ങനെ വരുമ്പോഴേ സൈഡിലേക്ക് തള്ളിയിരിക്കുന്ന കാണുമ്പോൾ കൂടാതെ നമ്മൾ പുറത്തും വലിച്ചിട്ടേക്കും. അതെ ആ വെള്ളത്തിൽ പോലെ ഞാൻ അവിടുന്ന് പിന്നെ അഴിക്കാം. ഞാൻ അമ്മമാർ വന്നിട്ട് അഴിക്കാം. അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി. അവിടെ മൊത്തം പോകുന്നു. എളുപ്പമുണ്ട്, ഇറക്കാതെ താഴെ വന്നല്ല. ഞാനത് ഓർത്ത് ഒരെണ്ണം ഞാൻ ചവിട്ടിയിടുന്നുണ്ടപ്പോഴേ ഇവിടുന്ന് ചെറിയ വണ്ടികൾ അവർ ഓർഡർ ഉണ്ടായിരിക്കും അവർക്ക്. അപ്പൊ അങ്ങനെ വേറെ കൊണ്ടുപോവാ. ഓൾറെഡി ഇത് ചൂലാക്കിയിട്ടില്ല, ഈർക്കിലിയുടെ ബണ്ടിലുകളാണ്. ഇനി കൊണ്ട് കെട്ടണം. ഈ ചൂല് ഇവര് പല ഡിസൈനില് പ്ലാസ്റ്റിക് കെട്ടുന്നു, അങ്ങനെ പല സൈസ് കൊണ്ടുപോയി കെട്ടിയെടുക്കുക ചെയ്യുന്നത്. താഴെ കിടന്നെല്ലാം എടുത്തു, എല്ലാം എടുത്ത് ഗോഡൗണിൽ കയറ്റി. കുറച്ച് വേറെ വണ്ടി കയറ്റി വിട്ടു, ബാക്കി കുറച്ച് ഗോഡൗണിലും കയറ്റി. ആ പുള്ളിക്ക് അതിനകത്ത് അവിടെ ലൈനാ, അവിടെ കയറി തള്ളാൻ പറ്റിയല്ല. അപ്പം അങ്ങനെ വിജയകരമായിട്ട് നമ്മൾ വലിയ പ്രശ്നം ഇല്ലാതെ ലോഡ് ഇറക്കി. ആ കയറ് കണ്ടോ, കയറ് അഴിച്ചു വിട്ടിട്ട് പോലും ബണ്ടിൽ പോകുന്നില്ലായിരുന്നു. അതെന്നാന്നറിയാം, നീളമുള്ള ബണ്ടിലകത്തേക്ക് അതിൻ്റെ ലോക്കായിട്ട് അടുക്കിയേക്കുന്നുണ്ടാണ്. അത് തന്നെയല്ല ഇതുണ്ടോ, ഈ ബണ്ടിൽ തമ്മിൽ കയറിട്ട് കെട്ടിയിട്ടുണ്ടാകത്ത്. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഊർന്നിങ്ങ് പോരുകയല്ല. നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഒന്നും കഴിക്കണ്ടേ? കഴിക്കണം. ഇത് ഇവിടെ അടുക്കള തുറക്കാൻ മേല, തല പോവും. അടുക്കള തുറന്നാലേ. അപ്പം പിന്നെ വിശപ്പില്ലേ? ഇപ്പൊ എൻ്റെ കൂടെ കൂടി വിശപ്പ് കുറഞ്ഞോ? വിശപ്പ് കുറഞ്ഞു. ശരിയല്ലേ? കൺട്രോൾ ചെയ്തു. ശരിയല്ലേ? പിന്നെ അല്ലെങ്കിൽ ചാലനേരം വിശന്നാ നിലത്ത് നിൽക്കലായിരുന്നു. ഇപ്പൊ വിറയിലൊന്നും ഇല്ലേ? വിറയിലൊക്കെ ഉണ്ട്. എന്നാ നമുക്കേ ഇവിടുത്തെ ഫുഡ് കഴിക്കാം ഉച്ചയ്ക്ക്. പിന്നെ അങ്ങനെ നോക്കാം. വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് ഇവിടുത്തെ വെറൈറ്റി പരീക്ഷിക്കാം. രാവിലത്തെ ആ മഴ കണ്ടപ്പം അയ്യോ ഞാനും പേടിച്ചു പോയി. ഞാൻ ഓർത്ത് ഇന്നത്തെ കാര്യം അധോഗതിയാന്ന് പറഞ്ഞു. അതെ, ഏക്കാലും ഇവിടെ മഴ പെയ്യാഞ്ഞ അത് ഗുരുത്വമായിരുന്നു. അത് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പുറം കൊണ്ട് മഴ നിന്നു, അവിടെ കൊണ്ട് നിർത്തിയേക്കുക. കാരണം വൈകിട്ട് ഇങ്ങോട്ട് വരുമായിരിക്കും. അതെ, അത് കുഴപ്പമില്ല. അന്നേരത്തിന് ഇറക്കി കഴിയുമല്ലോ. ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇവിടെ തന്നെയല്ലേ ഇതിനപ്പുറേ? തൊട്ടപ്പുറേ. 2 വർഷം മുന്നേ വന്നപ്പോ പരിചയപ്പെട്ടതാ. ചേച്ചി അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്ന് പോയി ആ കൂടെ ഫ്രഷ് ഒക്കെ ആയിട്ട് വരാം. ഇന്നാള് വന്നപ്പോ ഇവര് രണ്ടുപേരും പോയി അവിടെ ഫ്രഷപ്പ് ഒക്കെ ചെയ്ത് അല്ലേ? പക്ഷേ ഞാൻ അവിടെ പോയി അവരുടെ വീട്ടില് തൊട്ടടുത്ത് തന്നെ പോയിട്ടോ. ഞങ്ങളെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്, ഞങ്ങളെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? നിങ്ങൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോ, ഞാൻ അപ്പുറം പോയി അഡ്ജസ്റ്റ് ചെയ്യാം. പോട്ടോ, എന്നിട്ട് നമുക്ക് ഇറങ്ങാൻ പോണം. റെഡി ആയിട്ട് വരാം. ആയിക്കോട്ടെ. അപ്പോഴേ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു, വണ്ടിക്ക് ഒരു ആശ്വാസമായി. സൈഡിൽ നിന്നെല്ലാം പോയപ്പോഴത്തേനും നേരെയായി ഇപ്പം. അപ്പോൾ അത് നമുക്ക് ഡോറടച്ചേക്കാം. കുളിച്ച് റെഡിയായി, എല്ലാവരും റെഡിയായിട്ട് നിൽക്കുക ശ്രീനഗർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആദ്യം ഏതായാലും ഹോട്ടലിൽ കയറാം, അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോവാം.
ആദ്യം വല്ലതും കഴിച്ചിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. എന്നാന്ന് ഞാൻ വെച്ചാൽ ചെറുതായിട്ട് കഴിച്ചായിരുന്നു. ആ അവിടെ വലിയ വശമില്ല. അപ്പോഴേ ഇതിനകത്ത് ആപ്പിളൊക്കെ ഇരിപ്പുണ്ട്. മെയിൻ ഡ്രൈവറോട് അത് കഴിക്കാൻ പറഞ്ഞിട്ട് താല്പര്യമില്ല. ആപ്പിള് നമ്മൾ മേടിച്ച ആപ്പിള് അതൊക്കെ കഴിഞ്ഞ് രാവിലെ കൊടുത്തല്ലോ ഞാൻ. ആണോ? തീർന്നോ? തീർന്നു. അത് അന്നും കഴിച്ചു, പിന്നെ ഇന്നും കഴിച്ചു, തീർന്നു. അപ്പം ഇവിടെ അടുത്തൊരു കടയുണ്ട്, നമുക്ക് വല്ലതും കഴിച്ചിട്ട് അങ്ങ് പോവാം. ശ്രീനഗർ അധികം കറങ്ങാനൊന്നുമില്ല, നമ്മളെല്ലാം പോയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാ. ഒന്നുകൂടെ പോയി കണ്ടിട്ട് വരാം. എന്നെ ഇപ്പൊ ചേച്ചി കറങ്ങാന്നും പറഞ്ഞിട്ട് ചേച്ചിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വെളിയിൽ പൊക്കോളാൻ വേണ്ട. ഞങ്ങള് വെയിലാന്നും വേണ്ടി ഞങ്ങൾ ഇറങ്ങാണ്ടിരിക്കായിരുന്നു. അല്ല, പുള്ളിക്കാരുടെ അച്ഛൻ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, അവരോട് ഞാൻ രണ്ടുപേരോട് കറങ്ങാനൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അല്ല, ഞങ്ങള് വെയിലായതുകൊണ്ട് മടിച്ചു നിക്കായിരുന്നു. ഭയങ്കര ചൂടാട്ടോ. ആ ചൂടാ, തലവേദന എടുക്കുന്ന വെയിലെടുത്തിട്ട്. ചേച്ചിക്ക് മൈഗ്രൈൻ ഒക്കെ ഉള്ളു, അപ്പൊ പിന്നെ ഞങ്ങളിങ്ങനെ മടിച്ചു നിക്കായിരുന്നു. എന്നാ പിന്നെ നമുക്ക് പോയേക്കാം. അപ്പൊ നമ്മളിതേ കഴിക്കാൻ വന്നാണ്. ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഏരിയ ഉണ്ട്, ഇവിടെ നമുക്ക് നിലത്തിരുന്ന് കഴിക്കാനുള്ള ഏരിയ ഉണ്ട്. ഇവിടെ ഇരുന്ന് വേണേലും കഴിക്കാം. ഇവിടെ ഇരുന്ന് കഴിക്കായിരുന്നു, പിന്നെ ചിലർക്കൊന്നും ഇരിക്കാൻ വയ്യ, ചമ്പറം പടഞ്ഞ് ശരീരം വഴങ്ങിയല്ല. അതെ, വഴങ്ങിയല്ല, അതുകൊണ്ട് ഞങ്ങൾ ടേബിളിലാക്കി. ഇപ്പൊ ഓർഡർ ചെയ്തിട്ട് കുറച്ചു നേരമായി, അക്ഷമനായിട്ടിരിക്കുകയാണ് ഫുഡ് വരാൻ വേണ്ടി. മൊത്തം വന്നിട്ട് തുടങ്ങാന്ന് ഓർത്തിരിക്കുകയാണ്. അതെ, പാത്രം കണ്ടോ? കൊള്ളാം. ഇപ്പൊ നമ്മുടെ എല്ലാ ഓർഡർ ചെയ്ത സാധനം എല്ലാം വന്നു. ഒരു കാശ്മീരി താലിയും പറഞ്ഞു, പിന്നെ ഒരു റൈസ് വന്നേക്കുന്നത്. ഇത് റൈസ്. അതിന്റെ ടേസ്റ്റ് അറിയത്തില്ല, കഴിച്ചു നോക്കിയാൽ അതെനിക്കാണ്. ഇത് കാശ്മീരി താലിയാണ്. കബാബ് റിസ്ത വരും അതിന്റെ കൂടെ. ഗുസ്താവ്. ഇത് അതിൽ കൂടെ എല്ലാം ഇതുണ്ടോ, സവാള ഉണ്ട്. പിന്നെ ഈ സാധനം സ്പെഷ്യൽ തൈരിനകത്ത് മട്ടൺ റെഡിയാക്കി എടുക്കുന്ന. ഞാൻ ഈ റൈസും റോഗൻ ജോഷും പറഞ്ഞു. റോഗൻ ജോഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടൻ കറി തന്നെയാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. താലിയുടെ കൂടെ റോഗൻ ജോഷ് ഉണ്ട്. ഉണ്ട്, ഒരു സെറ്റാക്കി കൊണ്ടുവന്ന. പിന്നെ ഇത് ഈ റിസ്ത എന്ന് പറയുന്നത് ഇത് മട്ടന്റെ ഇറച്ചി ചതച്ച് ബോളാക്കി എടുത്ത്, അതിന്റെ ഗ്രേവി കുഴപ്പമില്ല, മട്ടൻ കറിയുടെ ഗ്രേവി പോലെ തന്നെ. പക്ഷെ ആ ഇറച്ചി ഇങ്ങനെ ചതച്ച് വരുന്നതുകൊണ്ട് വലിയൊരു ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് ഇല്ല. ഇത് ഞാൻ കഴിച്ചിട്ടില്ല, റോഗൻ ജോഷ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കണം. അപ്പൊ എന്നാ പിന്നെ തുടങ്ങിക്കോ. ഒരു റൈസ് കൂടെ, ഒരു റൈസ് കൂടെ, പ്ലെയിൻ റൈസ് അതിനായിരുന്നു സാധനം. മേത്തി അതെൻ്റെ ഗ്രേവിയാ. അപ്പൊ അത് റൈസ്, പ്ലെയിൻ റൈസ്. ആ പ്ലെയിൻ റൈസ് എനിക്ക് മതി, ഞാൻ കഴിച്ചോളാം. ഇത് നെയ്യാട്ടോ, മട്ടൺ നെയ്യൊക്കെ ആയിട്ടുള്ള. അതല്ലേ. അതെങ്ങനെയുണ്ട് കബാബ്? നല്ല സാധാ നമ്മളെയൊക്കെ അടുത്ത് പോലെ തന്നെ, പക്ഷെ എന്തോ മസാലയുടെ വ്യത്യാസം തോന്നുന്നു, കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. അതെന്നായിരുന്നു അതിൻ്റെ പേര് പറഞ്ഞു? ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഇത് നല്ല ഡ്രൈ ആട്ടോ. എല്ലാം മട്ടൻ്റെ ഐറ്റംസ് തന്നെയാണ്. തബക് മാഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ഉണക്കമീനില്ലേ, അതിൻ്റെ ടേസ്റ്റ്, കാരണം അത്രയും ഡ്രൈയാ. പിന്നെ ഉണക്കി ഡ്രൈ ആക്കിയേക്കുന്നത്. പക്ഷേ മീനിൻ്റെ ടേസ്റ്റ് ഇല്ല, പക്ഷെ മട്ടൺ ഉണക്കിയതിൻ്റെ ടേസ്റ്റ് വലിയ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല. ആ ഉണങ്ങി ഒരു കറുമുറ ഫീൽ വരും. റിസ്തയ്ക്ക് വല്ല ടേസ്റ്റ് ഉണ്ടോ? റിസ്ത സോസേജ് കഴിക്കുന്ന ഫീലാണ്. സോസേജ് അറിയത്തില്ല, ആ സാധനത്തിന് തന്നെ സെയിം ഫീലാണ് റിസ്തയ്ക്ക്. പിന്നെ ഗ്രേവിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ, ഗ്രേവിയും കൂടെ ആഡ് ആവുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ റോഗൻ ജോഷ് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, നമ്മുടെ മട്ടൻ കറി പോലെയൊക്കെ തന്നെ. അതാ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അതാ, അതും റൈസും. ഈ റിസ്തയുടെ ഗ്രേവി കുഴപ്പമില്ല, ഗ്രേവി കൂട്ടാം. ഇതിൻ്റെയും ഗ്രേവി നല്ല. ആ ഗുസ്താവ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ, കശ്മീരി ഗുസ്താവ. അത് ഇവിടുത്തെ ഫേമസ് ആണെന്ന് പറഞ്ഞത്. തൈരിനകത്ത് മട്ടൺ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇതും സോസേജിൻ്റെ ഇത് തന്നെ, ഈ സാധനത്തിൻ്റെ ഈ മട്ടൻ്റെ ടേസ്റ്റ് സോസേജ് പോലെ തന്നെ, പക്ഷെ അതിൻ്റെ ഗ്രേവിക്ക് ചെറിയൊരു പുളിയും തൈരിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്. കയറിക്കോ, ഞാൻ സൈഡിൽ. ലാൽ ചൗക്കിലേക്ക് പോകും ആദ്യം. അപ്പോഴേ പൊന്നൂന് എവിടെ പോകണം? ഞങ്ങൾ ഇവിടെ എല്ലാം പോയിട്ടുള്ള, അവിടെ പോണ്ടേ? എനിക്ക് എവിടെയൊക്കെ ഷോപ്പിംഗ്, ലാൽ ചൗക്കിൽ ഷോപ്പിംഗ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ എനിക്കൊരു സാധനം മേടിക്കാനുണ്ട്, വാൽനട്ട് ഫഡ്ജ്.
അത് മറ്റേ വാൽനട്ടില്ലേ, ആ അത് വെച്ചുണ്ടാക്കുന്ന ഒരു കേക്ക് പോലത്തെ സാധനം. അതൊക്കെ അവിടെ കാണും. ലാൽ ചൗക്കിൽ ഇറങ്ങിയിട്ട് കുറച്ചു നേരം അതിലേക്ക് ഇങ്ങനെ നടന്നിട്ട് നമുക്ക് ദാലിലേക്കും പോയിട്ട് വണ്ടി എടുത്തോട്ട് തിരിച്ചു പോകാം. ആദ്യം എനിക്ക് സത്യം പറഞ്ഞാൽ വരണമെന്നില്ല. ഇല്ല, ഞാൻ ഈ വണ്ടിയിലെങ്ങനെ ഇരുന്നോളായിരുന്നു. പിന്നെ പൊന്നൂരിന് കമ്പനിക്ക് ആട്ടത്തോർത്ത് വന്നാൽ ഞാൻ അവിടെ വന്നിട്ട് ഞാൻ തിരിച്ചു പോരും. വലിയ താമസിക്കാതെ. അത് കുഴപ്പമില്ല, തിരിച്ചു വരാൻ അറിയാലോ അല്ലേ. അതൊക്കെ വന്നോളാം. ഞാൻ തന്നെ പോകാനിരുന്ന എന്ത് ചെയ്യാനാ, രണ്ടുപേരോട് രണ്ട് സൈഡിൽ കൂടി ഞങ്ങൾ വരുന്നെന്നും പറഞ്ഞോണ്ട്. ആദ്യത്തെ സ്റ്റോപ്പ് എനിക്കൊരു സിം എടുക്കാനായിട്ട്. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും വഴിക്ക് വെക്കും, ഞാൻ വേറെ വഴിക്ക് വെക്കോളാം. സിം ആദ്യം എടുക്കുക അല്ലേ. ആ ഇത് കശ്മീരിന്റെ ഓൾഡ് സെക്രട്ടേറിയറ്റ് ആയിരുന്നു കേട്ടോ. ഓ നോക്കി എത്ര പഴയ ബിൽഡിംഗ് ആണ്, കല്ല് വെച്ചല്ലേ? കല്ലിലാണല്ലോ പണിതേക്കുന്നത്. മൊത്തം കല്ലില്ല. നമ്മള് രാവിലെയൊക്കെ ഇതിലെയാ വന്നേ, അന്നേരം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ. കശ്മീർ ഉണർന്നു വരുന്നത് കൊള്ളായിരുന്നു. അതെ, ഇപ്പൊ ഭയങ്കര തിരക്ക്, നല്ല തിരക്ക്. ഇതെല്ലാം പ്രൈവറ്റ് വണ്ടികളാണ്, ഇതെല്ലാം ട്രിപ്പ് വെക്കുന്ന പ്രൈവറ്റ് ബസ്. എന്നാ തീപ്പൊരി വെയിലാന്ന് നോക്കി. ഓ അതെ, ചൂട് എടുക്കുന്നു ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട്. അപ്പോൾ നമ്മളിത് ലാൽ ചൗക്കിൽ വന്നിറങ്ങി. എന്താണ് പ്ലാൻ? എനിക്ക് ഷോപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ലാൽ ചൗക്കിൽ ആദ്യം വരുവാണോ? ഞാൻ ആദ്യമായിട്ട് വരുവാ. ആണോ? ഇന്നലെ ഒന്നും വന്നില്ലേ? നമ്മൾ ഡാൽ ലേക്കിലൊക്കെ പോയത്, ലാൽ ചൗക്ക് വന്നില്ല. ഉണ്ട്, ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചൊക്കെ ഉണ്ട്. ചുമ്മാ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇവിടെ ഇരിക്കാം. അതെ, വെയിലില്ലെങ്കിൽ നല്ല രസമാണ്. ഈ സൈഡിൽ വെയിലില്ലാത്തതുകൊണ്ട് നല്ല രസമാണ്. അതെ, കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കാം. അപ്പോൾ ഞങ്ങളിതിലെ ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞു. അതെ, സിം എടുത്തു. അപ്പം ഇതിലെ രാശിയിലെ നടന്ന് മടുത്തിട്ട് രാശി തിരിച്ചു പോയി, വണ്ടി എടുത്തോട്ട് പോയി. കൊച്ച ഉറങ്ങാൻ പോയി. കൊച്ചയ്ക്ക് കഴിച്ചിട്ടൊക്കെ ഉറക്കം വരുന്നു. അതെ, ഫുഡ് കഴിച്ചിട്ടൊക്കെ ചുമ്മാ ഇരിക്കുകയല്ലേ. പിന്നെ രാവിലെ എണീറ്റും ഇല്ലേ. അപ്പം ഇങ്ങനെ പരിപാടി. ഇനി നമുക്ക് ഡാലിലേക്ക് ഒരെന്ന് പോവാം. എന്നാൽ ഡാലിലേക്കിലേക്ക് പോകാം, ഒരു ഓട്ടോ വിളിക്കാം ഇവിടെ അടുത്ത് തന്നെ, എന്നിട്ട് അതുവഴി പോയേക്കാം. ഡാലിലേക്കൊക്കെ ഇപ്പോൾ ഒത്തിരി പ്രാവശ്യം വന്നല്ലേ. അതെ, കാണാപ്പാടാ ഇപ്പം. അതെ, ഓരോരുത്തർ ചൂണ്ടയിടുന്നുണ്ടോ പാലത്ത്. ഇവിടെ കുറേ ഹൗസ് ബോട്ടുകളുണ്ട്. ഇത് പിന്നെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നതല്ല, ആ ഓരോ ബോട്ടിനകത്തും ഓരോ കുടുംബമാണ് താമസിക്കുന്നത്. ഇവിടുത്തെ കാശ്മീരി ആൾക്കാർ തന്നെ താമസിക്കുന്നത്. അത് നല്ല അല്ലേ. നമ്മള് കാരവന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉണ്ടോ. അപ്പോൾ നമ്മളിത് ദാൽ ലേക്കിലെത്തി. ശിക്കാര വള്ളങ്ങളെല്ലാം റെസ്റ്റിലാണല്ലോ, ടൂറിസ്റ്റുകൾ വളരെ കുറവാ. എല്ലാവരും മഞ്ഞ് കാണാനല്ലേ കൂടുതലും വരുന്നത്. അതാ ശിക്കാര വള്ളങ്ങളെല്ലാം ഇങ്ങനെ വെറുതെ കിടക്കുക, ആൾക്കാർ കുറവായുണ്ട്, ടൂറിസ്റ്റുകൾ കുറവായുണ്ട്. ആ മോളിൽ കാണുന്നുണ്ടോ ആ ടവർ, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ച ഒരു ക്ഷേത്രമാണ്. പോയിട്ടില്ല അല്ല, ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടുന്ന് കയറിപ്പോവാം, കുറച്ച് ദൂരം ആ മല കയറി മോളിൽ ചെല്ലണം. നടന്നാണോ പോന്നേ? നടന്നല്ല, വണ്ടി പോവും. വണ്ടിക്ക് പോവാം. നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെ ചെല്ലും. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇനി ഒന്ന് അവിടെ പോകണം. ഞങ്ങൾ ഇന്നാളെ ഒന്ന് പോയതാ, കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടെ നിന്ന് കയറിപ്പോയാൽ. ഇന്ന് ഇനിയിപ്പോൾ പോകാൻ സമയമില്ലേ, 7 മണി ആകാറില്ലേ. അതെ, നമുക്ക് എന്തേലും കുടിക്കാം, ദാഹിക്കുന്നു. കുടിക്കാം. സീസൺ ടൈമിൽ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഹൗസ് ബോട്ടുകളെല്ലാം കണ്ടോ, അവിടെ ഇതുണ്ട്, ആ കുറ്റിയല നിൽക്കുന്നത്, അത് ഓടിച്ചോണ്ട് നടക്കത്തില്ല, ഇവിടെ തന്നെ ഇത് ഫിക്സാ. നമ്മുടെ ഇന്നത്തെ അസ്തമയം ദാൽ ലേക്കിലാണ്. ഞാൻ കരുതി ആ സൈഡിലായിരിക്കും സൂര്യൻ അസ്തമിക്കുന്നതെന്ന്, പക്ഷെ ഈ സൈഡിലാണ് അസ്തമിച്ച്. ഇതിലെ സമാധാനമായിട്ടൊന്നും നടന്നു പോകാൻ പറ്റിയല്ലേ, ബോട്ടുകാരെ കൊണ്ട് ഒരു രക്ഷയില്ല. അതെ, ഇപ്പൊ സീസൺ ടൈം കൂടെ അല്ലല്ലോ, അതുകൊണ്ട് കച്ചവടമൊക്കെ കുറവല്ലേ. ഇതുണ്ടോ, ഇത് ശ്രീനഗർ കറങ്ങുന്ന ബസ്സാ, ഡബിൾ ഡെക്കർ. അതിന്റെ മുകളിലിരിക്കുക ആൾക്കാർ, പാരസ്യമാണല്ലോ അല്ലേ മൊത്തം. അതെ, ഇവിടെ ഈ ശിക്കാര വള്ളങ്ങൾ എന്തോരം വള്ളങ്ങളുണ്ടെന്നറിയോ. ഒരുപാട് ഇതേ കുറേ ഗേറ്റുകളുണ്ട്. ഇതേപോലെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ എല്ലാം നമ്മള് തുടങ്ങിയപ്പം തുടങ്ങുന്നിടത്ത് 500 രൂപ പറഞ്ഞ, ഇവിടെ വന്നപ്പോ 100 രൂപയായി. അതാ, അതിപ്പോ ഓഫ് സീസൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു 200-300 രൂപയൊക്കെ ആയിരിക്കും ചാർജ്. നോർമൽ ചാർജ് അങ്ങനെ വരുന്നത് 400. പിന്നെ ഇവര് കുറെ പോയിന്റുകളൊക്കെ പറയും, അതിനനുസരിച്ച് പൈസയും പറയും. അത്രയോ സമയം ഇപ്പേ 7:15, പക്ഷെ ഒരു 5 മണിയായ പ്രതീതിയേ ഉള്ളൂ. അപ്പറേ സൂര്യൻ ഉദിച്ചതെങ്കിലും ഇവിടെ നല്ല വെട്ടമുണ്ട്. ഉദിച്ചതല്ല, അസ്തമിച്ചത്. ഇവിടുത്തെ വൈൻ ഷോപ്പൊക്കെ നോക്കി, ഇപ്പൊ ഒത്തിരി വൈൻ ഷോപ്പുകളായി ഇവിടെ കേട്ടോ. നമ്മള് പണ്ട് വരുമ്പോ ഒരെണ്ണേ കണ്ടു. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അതിനൊരു ബോർഡ് പോലും ഇല്ലായിരുന്നു, അങ്ങനെ ഒരെണ്ണം അവിടെ ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്കൊന്നുമില്ല, ഇവിടെ മാത്രമേ ഈ കടകൾ കണ്ടുള്ളൂ കേട്ടോ. ഇത് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമല്ലേ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് വൈൻ ഷോപ്പുകൾ പുതിയത് അനുവദിച്ചേക്കുന്നത്. കുറേ കടകളുണ്ട് ഇപ്പോൾ. ദാൽ ലേക്കിന്റെ തീരത്തിരുന്ന് ഒരു ഐസ്ക്രീം കഴിക്കാം. ഇപ്പൊ അങ്ങോട്ട് പോയ ബസ്സായത്. ആള് കുറവാട്ടോ, താഴെ ആരുമില്ല, എല്ലാവരും മുകളിലാണ്. മുകളിലിരിക്കുമ്പോ വ്യൂ കൂടുതൽ. ഓരോ കാലാവസ്ഥയിലും ഉണ്ടല്ലോ, ദാൽ ലേക്കിന് ഓരോ ഭംഗിയാ. ഇത് വേറൊരു വണ്ടിയാ, കുറേ വണ്ടികളുണ്ട് ഇങ്ങനെ. ഇവിടെ സമയം 8 മണി ആകാറായി. അപ്പം നമുക്ക് പതുക്കെ അങ്ങ് പോയാലോ? പോയേക്കാം.
ക്യാഷ് ഡാലിലേക്കിൻ്റെ ഒക്കെ അതിലേക്ക് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. അതെ, ഇപ്പോൾ നേരെ പോയേക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. ഇവിടെ പാചകമാണെന്ന് തോന്നുന്നല്ലോ. കാര്യമായിട്ട് എന്തെങ്കിലും വെക്കുവാണോ? എന്താണ് വെച്ചത്? ചോറ് വെച്ചു. വേറൊന്നും വെച്ചില്ലേ? വേറെ കറി ഉണ്ടല്ലോ, ചിക്കൻ കറി ഉണ്ടല്ലോ. ആ ശരിയാ, കറിയുണ്ട്. ചിക്കൻ കറി കുഴപ്പമില്ലായിരുന്നല്ലേ? കുഴപ്പമില്ല. ആ ഞാനല്ലേ വെച്ചാൽ അതൊന്നും കേടാകുകയല്ല. സമയം 10 മണി. ഇപ്പം നമ്മൾ പതുക്കെ വണ്ടി അവിടെ നിന്ന് എടുത്തു. ഇനിയിപ്പം എൻട്രി 9 മണിക്ക് കഴിഞ്ഞു. എന്നാൽ ഇച്ചിരി തിരക്ക് കുറേട്ടൊന്നും ഓർത്തു നിന്നു. ഇന്നേ ശ്രീനഗർ ഉണർന്നു വരുന്നതിന് മുമ്പ് നമ്മൾ എത്തിയ രാവിലെ. ഇപ്പം ഇതേ ശ്രീനഗർ ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മൾ പുറത്തിറങ്ങുക. ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുക. അതെ, എവിടെ നോക്കി എന്ത് തെരുവ് പട്ടികളാന്ന് നോക്കി. ഇത് എവിടെ നോക്കിയാലും ഇതേപോലുള്ള പട്ടികളാണ് മൊത്തം. സത്യം, എന്തേരം പട്ടികളാ. രാവിലെയൊക്കെ അവിടെ എത്ര എണ്ണമായിരുന്നു. അപ്പം ടൗണിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് ചാടി. അപ്പോഴേ എന്നാ നമ്മുടെ പരിപാടി? എന്നാ പരിപാടി? അല്ല, ഒരു കാര്യം ചെയ്യാം. നമുക്ക് തൽക്കാലം ഉള്ള കഞ്ഞിയും കുടിച്ച് ചിക്കനും ഉണ്ട്, അത് കൂട്ടി കഴിച്ചിട്ട് കയറി കിടക്കാം. രാവിലെ ആലോചിക്കാം നാളെ എങ്ങോട്ട് വണ്ടി തിരിക്കണമെന്ന്. എങ്ങോട്ട് തിരിക്കണം രാവിലെ ആലോചിക്കാം. അവൻ ലോഡിന്റെ കാര്യമൊക്കെ നാളെ നോക്കാം. അപ്പം ഗുഡ് നൈറ്റ്.